പീതാംബരം കരവിരാജിതചങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാമയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലത്തെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായി കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് അവർക്ക് വിവരം ലഭിച്ചാലേ ഈ പ്രോഗ്രാം നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാ ഭാഗങ്ങളുടെയും കൃത്യമായ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടിയും കൂടിയാണ് ബെൽ ബട്ടൺ അമർത്താനായിക്കൊണ്ട് പറയുന്നത്. പ്രിയരെ, രുദ്രഗീതം എന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ വരേക്ക് പറഞ്ഞു വെച്ചത്. പ്രാചീന ബർഹിസിൻ്റെ മക്കളായ 10 പുത്രന്മാർ, പ്രചേതസോ നാമ സുചേതസസ്സുതാൻ, സുചേതസ നല്ല മനസ്സുള്ളവർ, പ്രചേതസ എന്നു പേരുള്ളവർ ശ്രീരുദ്രൻ്റെ ആ മന്ത്രം പഠിച്ച് വെള്ളത്തിൽ മുങ്ങി കുംഭകവൃത്തി അനുഷ്ഠിച്ച് തപസ് ചെയ്യുകയാണ്. കുംഭകവൃത്തി അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. ശ്വാസം കിട്ടിയില്ലെങ്കിലും കുറേ കാലം ജീവിക്കാത്രേ. അത് നമ്മളാരും പഠിച്ചിട്ടില്ല. ഭക്ഷണം ഇല്ലാണ്ടെയും നിരാഹാരം, വെള്ളം ഇല്ലാണ്ടെയൊക്കെ കുറച്ചൊക്കെ നീങ്ങാം. ഈ ശ്വാസം ഇല്ലാണ്ട് നീങ്ങാനുള്ള ഏർപ്പാട് നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ്. അധികം നേരം നിൽക്കുന്നുണ്ടാവില്ല, ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നൊക്കെ നമ്മൾ കേട്ടത് അതുകൊണ്ടല്ലേ. പക്ഷേ ഈ കുംഭകവൃത്തി എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തി അനുഷ്ഠിച്ച ശ്വാസത്തിങ്ങനെ നിർത്തുകയാണ്. ശ്വാസകോശത്തിൽ അനവധി വർഷത്തോളം നമുക്ക് ഈ ഉള്ളിലടക്കിയ ശ്വാസം കൊണ്ട് ജീവിക്കാം. എന്തൊക്കെ വിദ്യ നമ്മുടെ ഭാരതീയ സംഹിതയിലും യോഗശാസ്ത്രത്തിലും പറഞ്ഞിരിക്കണം അറിയൂ. ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാനുള്ള വിദ്യ പഠിച്ചിട്ടുണ്ട്. അത് നന്നായിരുന്നു അല്ലേ. ചിലവുമില്ല, വെച്ചുണ്ടാക്കും വേണ്ട, അത് മിക്സി കറക്കിയിട്ട് അരച്ചിട്ടും. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെ തലകുത്തി മറിയണു. ആ വിദ്യ പഠിഞ്ഞു കിട്ടിയ പക്ഷേ എളുപ്പമൊന്നും അല്ല തോന്നുകയും. അപ്പം എന്തായാലും ഈ പ്രചേതസ്സുകൾ കുംഭകവൃത്തി അനുഷ്ഠിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ അനവധി കോലം തപസ് ചെയ്യണം. വർഷങ്ങളോളം എടുത്തു, ആയിരക്കണക്കിന് വർഷം എടുത്തു. അപ്പം എന്ത് ചെയ്തു? നാരദ മഹർഷി ഇവരുടെ അച്ഛൻ പ്രാചീന ബർഹിസിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എവിടത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുക, അതാണല്ലോ ഈ നാരദൻ്റെ ഒരു ഏർപ്പാട്. സഞ്ചാരപ്രിയനാണ്. വീണയും കയ്യിലെടുത്തിട്ട് ഒരു ദിക്കിൽ നിൽക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോവാം, അത് കഴിഞ്ഞാൽ വേറെ ദിക്കിൽ അങ്ങനെ സഞ്ചരിക്കുക. കൃഷ്ണ രാമ ഗോവിന്ദ ജനാർദ്ദന വാസുദേവ ഈ നാമം വീണയുടെ അകമ്പടിയോടുകൂടെ ഇങ്ങനെ നാവുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നാരദനെ സമീപത്ത് കൂടെ പോണ് കണ്ടപ്പോൾ ഈ പ്രാചീന ബർഹിസ കുട്ടികളുടെ അച്ഛൻ ഒന്നിങ്ങോട്ട് വിളിക്കുകയാണ്. നാരദ, ഒന്ന് ഇത്രത്തോളം ഒന്ന് വരുമോ? നാരദനിപ്പോൾ ആര് വിളിച്ചാലും പോവാം, എവിടെയായാലും പോവില്ല എന്നില്ല, പോകുന്നില്ല. ആയിക്കോട്ടെ, കുറച്ച് നേരം അവിടെ ചിലവാക്കാം. നേരെ രാജാവിൻ്റെ ആതിഥ്യം എന്താ വെച്ചാൽ സ്വീകരിച്ച് വല്ലതും പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ആ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കയറി. നാരദ, എനിക്കൊരു സംശയം ഉണ്ടായി, ചോദിക്കാനാണ് വിളിച്ചത്. ഓ, വളരെ നല്ലത്. അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യപ്പെട്ട സംഗതി ആണച്ചാൽ കേട്ടോ. അതെ, ഇതിപ്പോൾ ആത്മവിചാരം ചെയ്യുക, സത്സംഗം ഉണ്ടാവുക, അത്തരത്തിലുള്ളൊരു കാര്യമാണോ എന്ന് ഏകദേശം നാരദന് ബോധ്യമായിട്ടുണ്ടാവണം. ന ജാനാമി മഹാഭാഗ പരം കർമാപവിത്തതി. ഈ കർമ്മത്തിൽ പെട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് പോലും അറിയുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ഈ മൃഗപ്രായമായിട്ട് ജീവിക്കണ ആ ഒരു അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് എങ്ങനെയാണ് മോചനം കിട്ടുക? ഇന്നത് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്തു കൂടാത്തത് എന്ന വിവേകം. ഗൃഹേഷു കൂടധർമ്മേഷു, ഈ കൂടധർമ്മങ്ങൾ അനുഷ്ഠിക്കണ മനുഷ്യന് ഗൃഹസ്ഥാശ്രമത്തിൽ അധികവും അങ്ങനത്തെ ധർമ്മം ഉണ്ടാവുക. വളരെ ശരിയാണ്. എന്താ കാരണം അറിയും? ഞാൻ ഇപ്പോൾ പറയാറുണ്ട് എപ്പോഴും, പിറന്നാളുകൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു 50 വയസ്സ് വരെ എത്ര ആഘോഷിക്കേണ്ടു. ആഘോഷം കേട്ടോ. എന്താ നമ്മുടെ പ്രകാരം അതിന് ശേഷം വാനപ്രത്വവും സന്യാസവും. കാരണം ഈ ലൗകികമായിട്ടുള്ള ആഘോഷത്തിന് കുറച്ച് വിട്ട് നിൽക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 50ഉം 60ഉം സപ്തതിയും ശതാഭിഷേകമാണ് കേമാക്കണം ആൾക്കാർ. ആലോചിച്ച് നോക്കിയാൽ അതുവരെയുള്ള കേമാക്കിയിട്ടുണ്ടാവില്ല. അതുവരെ കേമാക്കാണ്ട് വല്ല മിഠായി വാങ്ങി കൊടുത്തിട്ട് കഴിച്ചിട്ടുള്ള ഒരു 50 കഴിയും കാണാം പിറന്നാളിന് ഇങ്ങനെ ആഘോഷം കൂടുന്നു. അതെന്താണ്?
കൂടധർമ്മേഷു സത്യം അറിയണില്ല, ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണ്ടപ്പോൾ വിട്ടു നിൽക്കേണ്ടതിന് പകരം കേമാക്കുക കൂടധർമ്മേഷു. ഇനി മാത്രമല്ല ആഘോഷത്തിൻ്റെ രീതി എന്ന് ആലോചിച്ച് നോക്കൂ. കേക്ക് മുറിക്കലേ വല്ല കാര്യം ഞാൻ പറയുകയാണ്, അതിൻ്റെ ചാനലിൽ കാണുന്നവരൊക്കെ ദയവായിട്ട് കേക്ക് മുറിക്കൽ നിർത്തണം. ഒരിക്കലും പിറന്നാളിന് കേക്ക് മുറിക്കരുത്. ഇത് നമ്മുടെ ഒരു ധർമ്മശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ആഘോഷം പറഞ്ഞിട്ടുണ്ട്, ദാനം പറഞ്ഞിട്ടുണ്ട്, സദ്യ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആഘോഷമില്ലാത്തവരല്ല ഭാരതീയർ അല്ലേ? പുത്രലാഭം ഉണ്ടായപ്പോൾ ദശരഥൻ എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നാണ് പറയണത്. കൃഷ്ണൻ്റെ ജന്മം എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നാണ് പറയണത്. ആഘോഷത്തിന് വിരോധമല്ല അത്. പക്ഷേ ഈ കേക്ക് മുറിക്കുക എന്ന ഒരു കർമ്മം ഒരു പ്രാധാന്യം. പക്ഷെ നമ്മളാണെങ്കിൽ അതിനല്ലേ ഏറ്റവും കൂടുതൽ ഇത്ര മണിക്കാണ് കേക്ക് മുറിക്കണേ. ഓ അതിന് മുമ്പ് എത്തണം കേട്ടോ, എത്തിയില്ലെങ്കിൽ മാനടിഞ്ഞ് വീഴുന്നു തോന്നും ഇവർ പറയണ കേട്ടോ ഇല്ലേ. അതിന് പകരം തൊട്ടടുത്തൊരു അമ്പലത്തിലൊരു 101 നെയ്യപ്പം ഗണപതിക്ക് നേദിച്ചിട്ടാണ് വിതരണം ചെയ്യണമെന്ന് വെച്ചാൽ എത്ര നന്ന്. എന്നിട്ട് ഈ നിലവിളക്ക് കൊളുത്തി ഈശ്വര പ്രാർത്ഥന ചെയ്ത് എല്ലാവരുടെയും ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, പിറന്നാൾക്കാരൻ്റെ മാത്രമല്ല. അതിന് പകരം നമ്മളെന്താ ചെയ്യുക, മെഴുകുതിരി കത്തിച്ചിട്ട് ഊതി ഹാപ്പി ബർത്ത്ഡേ ടു യു ഇംഗ്ലീഷ് തന്നെ വേണം അവിടെ. ഇംഗ്ലീഷ് പ്രയോഗിച്ചില്ലെങ്കിൽ ആഘോഷമാവില്ല. എല്ലാ ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയറിയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അടുത്തുള്ള അയൽവക്കക്കാരി ദേവകിയമ്മയോട് ദേഷ്യം വെച്ചാൽ ദേവകിയമ്മയെ നിങ്ങൾ ആ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കണം കേട്ടോ, അമ്മയ്ക്ക് നന്നാവണ്ട എന്ന് പറഞ്ഞാലൊന്നും കർമ്മം ചെയ്യണവർ സമ്മതിക്കില്ല. ഒരു ദേവകിയമ്മയായാലും വലിയ ശത്രു ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനൊരു പ്രാർത്ഥന നമുക്കില്ല. എല്ലാവർക്കും സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് ഒരു പിറന്നാളിന് പ്രാർത്ഥിച്ചു നോക്കൂ. എന്താ അതിലൊരു തെറ്റ്? അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. നിലവിളക്ക് നന്നായിട്ട് കൊളുത്തുക, വലിയ നിലവിളക്കിട്ടത് വലുതന്നെ ആയിക്കോട്ടെ, ധാരാളം തിരിയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് സർവേ ഭവന്തു സുഖിന എന്ന് പ്രാർത്ഥിക്കൂ. പിറന്നാൾക്കാരൻ സുഖമായിട്ടിരുന്നാൽ മതിയോ? പോരാ, എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എത്ര നന്ന്. നെയ്യപ്പം അല്ലെങ്കിൽ പായസം ഗണപതിക്കോ ദേവിക്കോ നേദിച്ചത് എല്ലാവർക്കും വിതരണം ചെയ്താൽ എത്ര സുഖമുണ്ട് കഴിക്കാൻ. ഈ വൃത്തികെട്ട കേക്ക് മുറിച്ചിട്ടാണോ 4000-5000 ഉറുപ്പ്യാണ് കേക്കിനെ. അതാ അമ്പലത്തിൽ കൊടുത്താൽ അമ്പലത്തേക്കൊരു വരുമാനമായി. ദയവ് ചെയ്ത് ഇത്തരം ആഘോഷങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുക. അമ്പലത്തിൽ വഴിപാട് കഴിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മെഴുകുതിരി കൊളുത്തിയിട്ട് ഊതാതിരിക്കുക, ഭക്ഷണം വിളമ്പിക്കൊടുക്കുക. ദയവ് ചെയ്തിട്ട് ഈ പാത്രം എടുത്തിട്ട് പോണ ഏർപ്പാടുണ്ടല്ലോ നിർത്തുക. നമ്മളൊരു മാറ്റം കൊണ്ടുവരുന്ന വേണം. എത്രയോ പൈസ നമ്മൾ ചിലവാക്കണം. 4 ആളെ വിളമ്പാൻ നിശ്ചയിച്ചു, 4 ടേബിളിട്ട് വരിവരിയായിട്ട് ഇരുന്ന് വിളമ്പിയാൽ എത്ര സുഖമുണ്ട്. അന്നപൂർണേശ്വരി സങ്കല്പമൊക്കെ അതാണ്, വിളമ്പിക്കൊടുക്കുകയാണ് നമ്മുടെ സംസ്കാരം. പാത്രം എടുത്തിട്ട് പോയിട്ട് എവിടെ ചപ്പാത്തി, എവിടെ ഭക്ഷണം, എവിടെ അത് ഇത് എന്ന് ചോദിക്കലല്ല. വിശിഷ്ടമായിട്ടുള്ള അതിഥികളെ ഇരുത്തി ബഹുമാനിച്ച് വിളമ്പിക്കൊടുക്കുക. വിളമ്പിക്കൊടുക്കലാണ് ഭാരതീയ സംസ്കാരം, പാത്രം എടുത്ത് പോയിട്ട് ചോദിക്കലല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ ഗൃഹേഷു കൂടധർമ്മേഷു, കൂടധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഭാര്യയും മക്കളും പറയണതും കേട്ട് ധർമ്മമാണോ അധർമ്മമാണോ നോക്കാതെ ഓരോന്ന് അനുഷ്ഠിച്ചിട്ട് എന്താണ് ഫലം ഉണ്ടാവുക? ഒക്കെ മനസ്സിന് സുഖം കിട്ടില്ല. നല്ല ധർമ്മം അനുഷ്ഠിച്ചാൽ എവിടെയും പോകണ്ടാലും നന്നായി എന്ന് മനസ്സ് പറയുന്നതാണ്. കൂടധർമ്മങ്ങൾ അനുഷ്ഠിച്ചാലോ അതും മനസ്സ് പറയും നമ്മളെവിടേക്കോ പഴച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയുടെ ഏറ്റവും വലിയ അളവുകോല് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സുഖമാണ് അല്ലേ? ഈ പിറന്നാളിലൊക്കെ പോയിട്ട് എന്തായാലും കുറച്ച് കുറ്റം പറയാണ്ടിരിക്കില്ല, അയാൾ അത് ചെയ്തത് നന്നായില്ല കേട്ടോ. എന്താണ് കാരണം? കൂടധർമ്മമാണ് അനുഷ്ഠിച്ചിരിക്കണതേ. വിളക്ക് കൊളുത്തിയിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ പറയേണ്ടി വരില്ല. അത് ഭഗവാൻ നോക്കിക്കോളും അവിടെ. ശരിയായില്ല എങ്ങനെ വെച്ചാൽ ഞാൻ പോയിരുന്നില്ല അല്ലേ? എത്ര ആൾ പറയണ കേട്ടിട്ടുണ്ട് കല്യാണത്തിന് പോയിട്ട്. അയാൾ ആ ഒരു ചെയ്ത കാര്യമൊക്കെ ഒട്ടും പിടിച്ചില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കൂടധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് മനസ്സിന് സമാധാനക്കേട് ഉണ്ടാക്കിയിട്ട് എനിക്ക് മതിയായി എന്ന് പറയും. എല്ലാവർക്കും മതിയാവും കുറേ കഴിഞ്ഞാൽ ഒരു സുഖവും കിട്ടില്ല. അതുകൊണ്ട് രാജൻ നാരദ ഏതാണ് യഥാർത്ഥ ധർമ്മം എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? കൂടധർമ്മങ്ങൾ അനുഷ്ഠിക്കൽ ഞാൻ ഏതായാലും നിർത്താൻ തീരുമാനിച്ചിരിക്കണം. ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കഥ.
ഓണാഘോഷം. എന്തൊരു തത്വം നോക്കിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്? മഹാബലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഓണം. അത് പറഞ്ഞപ്പോൾ എങ്ങനെ സമ്മതിക്കുമോ? ഭഗവാന്റെ വാമനാവതാരത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഓണം. അത്തച്ചമയമാണ് ഓണമായിട്ട് മാറിയത്. അത് വാമനാവതാരമാണ് അവിടെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠ. അപ്പോൾ കൊണ്ടുപോയിട്ട് മാവേലി നാടു വാണിയിടുങ്കാലമാക്കി. ആയിക്കോട്ടെ, അദ്ദേഹം ഭക്തനായതുകൊണ്ട് മഹാബലിക്ക് സ്ഥാനം കൊടുത്തതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ വാമനൻ്റെ പ്രാധാന്യത്തെ ഇല്ലാണ്ടാക്കരുത്. വാമന ജയന്തിയാണ് ഓണാഘോഷം. അപ്പോൾ കൂടധർമ്മമായി നമ്മുടെ ഓണാഘോഷം, കൂടധർമ്മമായി. ഇത് ക്ഷേത്രത്തിലുമുണ്ട്. പടക്കം പൊട്ടിക്കുക. അത് ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്? പടക്കം പൊട്ടിക്കുക, ആനയുടെ മുകളിൽ കയറുക. ഈ ദേവനെ ആനയുടെ മുകളിൽ എഴുന്നള്ളിക്കുമ്പോൾ ആന മൂത്രമൊഴിച്ചാൽ നമ്മുടെ മൂത്രത്തിന് അശുദ്ധി ഉണ്ടെങ്കിൽ ആനയ്ക്കും മൂത്രത്തിന് അശുദ്ധി ഇല്ലേ? ചിദാനന്ദപുരി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത്, എൻ്റെ വാക്കല്ലാട്ടോ അത്. ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച വിദഗ്ധനായിട്ടുള്ള പൂജ്യനായിട്ടുള്ള ചിദാനന്ദപുരി പറഞ്ഞതാണ് അത്. ആനയെ ക്ഷേത്രത്തിൽ കഴിയുന്നത് എഴുന്നള്ളിക്കാതിരിക്കുന്നതാണ് ശാസ്ത്രപ്രകാരം ശരിയെന്ന്. ഞാനല്ല പറയണത്, സൂനവാരല്ല പറയണം. അപ്പോൾ അവിടെയുണ്ട് കൂടധർമ്മം. ആന ഏതാ ആന, എത്ര ആനയുണ്ട്, ഇത് നോക്കല പണി. ആനക്കമ്പക്കാരൊക്കെ അവിടെ ദേവിക്ക് ദൈവാരാധന കഴിഞ്ഞു, എപ്പോഴാണ് തൊഴുകാൻ തരാവുക? ഒന്ന് സമാധാനമായിട്ട് തൊഴുകാൻ പറ്റും. ഇതല്ല ചിന്ത. നോക്കൂ, കൂടധർമ്മം ക്ഷേത്രത്തിലും കടന്നുകൂടിയിരിക്കുന്നു. ആന, വെടിക്കെട്ട്, തെറ്റ്, വളരെ തെറ്റായിരിക്കുന്ന ജീവികളെ ഹിംസിക്കുകയാണ് ചെയ്യണത്. അഹിംസാ പരമോധർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആന ചേരുക? ഈ കേരളത്തിലേ ഉള്ളൂതേ, കേരളം വിട്ട് കഴിഞ്ഞാൽ അതില്ല. അപ്പം അങ്ങനത്തെ കൂടധർമ്മങ്ങളെ നമുക്ക് ലേശം പറയാതെ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് ഗൃഹേഷു കൂടധർമ്മേഷു. മനസ്സിലാക്കണം ഇതൊക്കെ. യഥാർത്ഥ ധർമ്മം എന്ത്, കൂടധർമ്മം എന്ത് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് വിട്ടുനിന്ന് സത്യത്തെ അറിയത്തക്ക വിധത്തിലുള്ള ഉപദേശം എനിക്ക് നൽകണം. ഈ ഒരു തോന്നൽ വന്നാൽ മനുഷ്യൻ നേരെ ചെയ്യുന്നതാണ്. അപ്പം നാരദൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ചോദിച്ചത് വളരെ നന്നായി. യഥാർത്ഥ ധർമ്മം എന്ത്, കൂടധർമ്മം എന്ത് എന്ന് തിരിച്ചറിയൽ വളരെ അത്യാവശ്യമാണ്. കൂടധർമ്മത്തെ തള്ളിക്കളയൂ, യഥാർത്ഥ ധർമ്മത്തെ അനുഷ്ഠിക്കൂ. അത് തന്നെയാണ് വേണ്ടത്. അങ്ങ് ഇപ്പം ചെയ്തത് ശരിയായി, ഇതുവരെ ചെയ്തത് തെറ്റാണ്. കാരണം അനവധി ജീവികളെ കൊന്നിട്ട് യാഗം നടത്തി. അഥർവവേദത്തിൽ പറഞ്ഞിട്ടതാണ് ഈ ജീവികളെ കൊന്നിട്ട് യാഗം നടത്തുക. അന്ന് ഉത്തമത്തിൽപ്പെട്ടതല്ല. അങ്ങനെ എത്രയോ യാഗം കണക്കില്ലാണ്ട് നടത്തിയിട്ട് അങ്ങേക്ക് ഇപ്പം എന്തേ ഉണ്ടായി? മനസമാധാന കുറവ് വന്നു. മനസമാധാനമല്ലല്ലോ ഉണ്ടായത്. ഇനി ഞാൻ അങ്ങ് ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങളുണ്ട്, ഈ അഥർവവേദ കർമ്മം, അതാണ് അതിനെ ഉത്തമവേദമായിട്ടല്ല പറയണം. ഫലം നേരിട്ട് അങ്ങേക്കൊന്ന് കാണിച്ചു തന്നാലോ എന്ന് ചോദിച്ചു നാരദൻ. കണ്ടാ വിരോധമില്ല. ആർക്കപ്പം അവനവൻ്റെ ഫലം അറിയണ്ടെന്നുണ്ടാവുക. ഈ ഭാഗവതം വായിക്കുന്നവർക്ക് ഒരു ലേശം ജ്യോത്സ്യം പഠിച്ചാൽ വായന കൂടുതൽ കിട്ടും. എന്താ അറിയോ, എല്ലാവർക്കും അവരവരുടെ ബലം പറയണത് വലിയ താല്പര്യമാണ്. 3 മാസം കഴിഞ്ഞാൽ നല്ല കാലമാണ്, 6 മാസം കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും. ഇവരുടെ കയ്യിലല്ലേ ലോട്ടറി. നിങ്ങൾ നെറ്റൊക്കെ നോക്കിയൊക്കെ അതിൽ കാണാം, യൂട്യൂബിൽ ലോട്ടറി അടിക്കും. 9 ദിവസം കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങൾ. കുറേ നക്ഷത്രങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനാവും ലോട്ടറി കിട്ടുക, അല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ തോണ്ടി അത് നോക്കും, എനിക്കൊറ്റ കിട്ടുന്നുണ്ടോ, അവിട്ടത്തിന് കിട്ടാനുള്ള യോഗം ഉണ്ടോ 9 ദിവസം കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ വാസ്തവത്തിൽ എന്താണത്, ഈ അവനവൻ്റെ ഫലത്തെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം നാരദൻ ഈ പ്രാചീന ബർഹിസ് ചെയ്ത യാഗങ്ങളുടെ ഫലം, ജന്തുഹിംസയുടെ ഫലം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നെ തൊട്ടിട്ടാട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു ദിശയിലേക്കാണ് ചൂണ്ടി. അവിടേക്ക് നോക്കൂ രാജാവേ. രാജാവ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ? ഭോ ഭോ പ്രജാപതേ രാജൻ പശുൻ പശ്യത്വയാധ്വരേ. അങ്ങ് ഈ യാഗത്തിൽ കൊന്നിട്ടുള്ള മൃഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ അവിടെ വേറെ സൂക്ഷ്മസ്വരൂപം സ്വീകരിച്ച് തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തിനാ? അങ്ങയെ സ്വീകരിക്കാൻ, മാലയിട്ട് സ്വീകരിക്കാൻ. നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. ഏത് മാലയെന്ന് വെച്ചിട്ടുണ്ടോ? അങ്ങയുടെ തന്നെ കുടൽമാല. അയ്യോ, അതെങ്ങനെയാ? അങ്ങയെ കൊന്നിട്ട് എങ്ങനെയാണ് കുടൽമാല എടുക്കുക? അപ്പം അങ്ങയെ കുത്തിക്കൊന്ന് അങ്ങയുടെ കുടൽമാല എടുത്ത് അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ആ മൃഗങ്ങൾ അതിഘോര സ്വരൂപത്തോടു കൂടിയിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങ് യാഗം നടത്തിയിട്ട് നിരവധി ആടിനെയും കുതിരയും കൊന്നില്ലേ? അനവധി ജലജീവികളെ കൊന്നു. യാഗത്തിൽ ജലജീവികളെ കൊല്ലലുണ്ട്, ചെയ്തില്ലേ? അതിൻ്റെ ഫലമാണ്.
രാജാവ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നാരദ, ഇതിനാണോ ഞാൻ യാഗം ചെയ്തത്? തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയാണ് അങ്ങ് യാഗം ചെയ്തത്. യാഗം ചെയ്തിട്ട് അങ്ങ് കിട്ടാൻ പോണത് മഹാദുരിതമാണ്. അയ്യോ നാരദ, അങ്ങനെ ആണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? താക്കോലില്ലാത്ത പൂട്ടുണ്ടാവുമോ രാജാവേ? ഉണ്ട്. ചിലതൊക്കെ വളരെ ദുഷ്കരമാണ്, അത്രയേ ഉള്ളൂ. എല്ലാ പൂട്ടിനും താക്കോ ഒന്നുമില്ല വെച്ചാൽ തല്ലി പൊളിക്കാം, എന്നാലും തുറക്കണമല്ലോ. ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് വരും, അത്രയേ ഉള്ളൂ. വഴിയുണ്ട്, രക്ഷപ്പെടാൻ വഴിയുണ്ട്. പക്ഷേ അതിന് മുമ്പേ പെട്ടെന്ന് അങ്ങക്ക് അത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും ജീവികളെ കൊന്നുകൂട്ടിയതാണ്. അതിന് മുമ്പേ ഞാൻ അങ്ങയുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തട്ടെ എന്ന് പറയാണ്. അതെങ്ങനെ ഈ പാകപ്പെടുത്തുക? തീയിൽ വേവിച്ച പാകാവുമോ? വെള്ളത്തിൽ കലക്കിയ പാകാവുമോ? അതൊന്നുമല്ല. ഒരു കഥ അങ്ങേക്ക് പറഞ്ഞുതരാം. അതാണ് ഈ ഈശ്വര കഥകളുടെ ഒരു പ്രാധാന്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒരൊറ്റ കഥ കേൾക്കുമ്പോഴേക്കും രാജാവിന് വരണ മാറ്റം, 2 തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ആയി. ആ കഥ കേട്ടതിൻ്റെ ബലമായി. കൊല്ലക്കണക്കിന് തപസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയണം. 2 തുള്ളി കണ്ണുനീര് വീഴ്ത്തി അതിൻ്റെ അർത്ഥം എന്താ? ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് ആ കഥ കയറി. അല്ലാണ്ട് വെള്ളം വരില്ല കണ്ണിൽ. വെറുതെ കേട്ടാൽ വെള്ളം വരുമോ? അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഉപാസനയാണ് ഈ ശ്രവണം. നല്ലൊരു ടെക്നിക്കാണ് പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നാരദ, ആ കഥ എനിക്ക് കേൾക്കണം. അതുകൊണ്ട് തുടങ്ങി. അങ്ങേ പോലത്തെ ഒരു രാജാവിൻ്റെ പേരെന്താ അറിയോ? പുരഞ്ജനൻ എന്നാണ്. അദ്ദേഹത്തിനൊരു വിനോദമുണ്ട്. കൊട്ടാരം ഇങ്ങനെ മാറി താമസിക്കുക. ഒരു കൊട്ടാരം കഴിഞ്ഞാൽ അപ്പം തോന്നുന്നത് പോരാ, വേറൊരു കൊട്ടാരത്തിലേക്ക് പോവുക. ചില ആൾക്കാർ അങ്ങനെ ഒരു വീട് സൗകര്യം പോരാ തോന്നി അത് വിൽക്കുക, വേറൊരു വീട് കെട്ടുക, വേറൊരു വീട് വാങ്ങുക. അത് ശരിയില്ല തോന്നിയാൽ വേറൊരു വീട് വാങ്ങുക. ഉള്ള വീട് തന്നെ പൊളിച്ചിട്ടും മാറ്റിയിട്ടും ഇത് അങ്ങടാക്കി അത് ഇങ്ങടാക്കി, ഇത് പഴയ പോലെ തന്നെ ഭേദം തോന്നുന്നത് വീണ്ടും ഇങ്ങടാക്കുക. അതിൽ ആൾക്കാരുണ്ടല്ലോ ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് മാറ്റി പുഴക്കി. ഈ ഉറയ്ക്കാത്തൊരു മനസ്സുള്ളവർക്ക് അത്ര അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പം ഇദ്ദേഹം അനവധി കൊട്ടാരത്തിൽ ഇങ്ങനെ മാറി താമസിച്ചപ്പോൾ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തൊരു കൊട്ടാരം കണ്ടു. 9 ഗോപുരങ്ങളൊക്കെ ഇട്ട് 5 എണ്ണം കിഴക്കോട്ടും 2 എണ്ണം പടിഞ്ഞാട്ടും 1 തെക്കോട്ടും 1 വടക്കോട്ടും മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം. അതിൽ കുറച്ചിങ്ങനെ കൂടണം എന്നൊരു തോന്നൽ. പല കൊട്ടാരത്തിൽ കൂടിയ ആളല്ലേ. അതിൻ്റെ സമീപത്ത് ചെന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അതാ എല്ലാ പൂന്തോട്ടം, മതിൽക്കെട്ടുകൾ, പ്രാകാരങ്ങൾ, ഉദ്യാനങ്ങൾ, വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ, പക്ഷികൾ, വണ്ടുകൾ, എന്തൊക്കെ പ്രകൃതി മനോഹാരിത ഉള്ളതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അത്ര പ്രകൃതി മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ഥാനം, ലൊക്കേഷൻ പറയുമല്ലോ നമ്മൾ, അത്ര നല്ലൊരു സ്ഥലം, അതിരമണീയമായിട്ടുള്ളൊരു സ്ഥലം. 2 അടി മുന്നോട്ട് വെച്ചപ്പോൾ അതാ ആ വീടിൻ്റെ മുൻഭാഗത്ത് അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ. ഇതൊന്നും പോരാണ്ട് ഈ സൗന്ദര്യത്തിന് മകുടം ചാർത്തത്തക്ക വിധത്തിൽ തിലകമായിട്ടതാ അതിസുന്ദരിയായിട്ടൊരു യുവതി അവിടെ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. രാജാവിനെ കണ്ടപ്പോൾ അവളൊന്നങ്ങനെ തല താഴ്ത്തി പുഞ്ചിരിച്ചു. രാജാവിനോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ട്, രാജാവിനോട് സംസർഗത്തിന് ഇഷ്ടമുള്ളവളാണ് എന്ന് നടിച്ച് വെല്ലേ സംസാരിച്ചു. ആരാണ് അങ്ങ്? പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടൊരാളെ ഞാൻ കേട്ടിട്ടുണ്ട്, അതാണെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. രാജാവിന് അത്ഭുതമായി. തന്നെക്കുറിച്ച് എങ്ങനെ ഇപ്പോൾ ഈ സ്ത്രീ അറിഞ്ഞ്? അതെ, ഞാൻ പുരഞ്ജനനാണ്. അപ്പം എൻ്റെ സംശയം ശരിയാണ്. എങ്ങനെ മനസ്സിലായി ചോദിക്കുകയാണ്. എങ്ങനെ ഞാൻ പുരഞ്ജനനാണെന്ന് മനസ്സിലായത്? അങ്ങനെ ചോദിച്ചാൽ പറയുകയ്യ. പക്ഷേ ഈ കൊട്ടാരത്തിലേക്കുള്ള നോട്ടം കണ്ടപ്പോൾ കൊട്ടാരം മാറി താമസിക്കാനോ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ കുറച്ച് കഴിഞ്ഞുകൂടാനോ അങ്ങേക്കൊരു ഇഷ്ടമുണ്ടോ എന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ കൊട്ടാരം ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഊഹിച്ചതാണ്, ഇതാണോ ഈ കേട്ട പുരഞ്ജനൻ? എന്നാൽ എൻ്റെ ഊഹം ശരിയാണ്. അടുത്തതായിട്ട് സുന്ദരി ചോദിച്ചു, നിനക്ക് അങ്ങേക്ക് ഈ കൊട്ടാരത്തിൽ കൂടണമെന്നുണ്ടോ? അതതിലേറെ അത്ഭുതം. താൻ ഇപ്പം അതാണല്ലോ ചിന്തിക്കണത്. ഇവിടെ എങ്ങനെയാണ് തൻ്റെ മനോഗതം മനസ്സിലാക്കിയത്? പുരഞ്ജനൻ ഉത്തരം പറഞ്ഞു, അതെ, ഇതിൽ കുറച്ച് കൂടിക്കളയാം എന്ന് എനിക്കുണ്ട്. എന്നാൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞേന്നാലോ എന്നായി സുന്ദരി. സാധാരണ എങ്ങനെയാണ് കൊട്ടാരം മാറി താമസിക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും, സന്ധി വേണ്ടി വരും, വില കൊടുത്ത് വാങ്ങേണ്ടി വരും, പാട്ടത്തിന് കുറച്ച് കാലത്തേക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് കൂടുക, അങ്ങനെയുണ്ട്. ആ കാലം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഒരു രീതിയിലാണല്ലോ മറ്റൊരു കൊട്ടാരത്തിലോ സ്ഥലത്തോ നമ്മൾ കുറച്ച് കാലം അവകാശം സ്ഥാപിച്ചു കൂടുക. അപ്പം പറയണം സുന്ദരി, ഈ മാർഗങ്ങളൊന്നും വേണ്ട,
ഈ കൊട്ടാരം അങ്ങയുടെ സ്വന്തമാക്കാനൊരു മാർഗം ഞാൻ പറഞ്ഞു തന്നാലോ? അതെന്താ സുന്ദരി? അതോ ഈ കൊട്ടാരത്തിൻ്റെ ഏക അവകാശി ഞാനാണ്, ബാക്കി പറയണ്ടല്ലോ. എന്നെ അങ്ങാട് വിവാഹം കഴിക്കപ്പം ഞാൻ അങ്ങയുടേതായ എൻ്റെ കൊട്ടാരം അങ്ങയുടേതായില്ലേ? ഭാര്യയും ഭർത്താവും രണ്ടല്ലാത്തടത്തോളം കാലം അവരുടെ വീട് ഒരാളുടെ വീട് മറ്റാളുടെ വീടാണ്. രണ്ടായാൽ നിവൃത്തിയില്ല കേട്ടോ. രണ്ടല്ലാത്തടത്തോളം കാലം ഒരാളുടെ വീട് മറ്റാളുടെ വീടാണ്. അത് ഭാര്യയായാലും ഭർത്താവായാലും പണ്ടേ പറഞ്ഞ നിയമമാണ്. ഇവർ രണ്ടല്ലാത്തടത്തോളം കാലം ഒരാളുടെ വീട് മറ്റാളുടെ വീട് തന്നെയാണ്. അല്ലെങ്കിൽ അവർ രണ്ടായി, പിന്നെ ഒന്നിനും അർത്ഥമില്ല. ശരി, എന്നെ അങ്ങോട്ട് വിവാഹം കഴിക്കുക. പിന്നെ ആലോചനയൊന്നും ഉണ്ടായില്ലേ. ഏതോ ഒരു മാല, കാട്ടുവള്ളി എന്താ വെച്ചാൽ അത് അത്രയേ ഉള്ളൂ. കെട്ടിയുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. എടുത്ത് സുന്ദരി രാജാവിൻ്റെ കഴുത്തിലിട്ടു. വേറൊരു മാല അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു, കഴുത്ത് കാണിച്ചെടുത്തു. എൻ്റെ കഴുത്തിൽ അങ്ങും ഇതിട്ടോളൂ, ഈ കൊട്ടാരം അങ്ങയുടേതായി. ആവൂ, 4 പൂവിൻ്റെ ചിലവേ ഉള്ളൂ ഒരു കൊട്ടാരം തൻ്റെയെന്ന് പറഞ്ഞാൽ ആർക്കാ വേണ്ടാണ്ടിരിക്കുക. വളരെ ലളിതമായിട്ട് ആ വിവാഹം, ഒരാളും ഇല്ല കേട്ടോ, ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ഒരു ഘോഷവുമില്ല. പിന്നീട് പാർട്ടി ഉണ്ടായി ഇതും പറഞ്ഞിട്ടില്ല. വിവാഹത്തിൽ ഇതൊന്നുമല്ല പ്രധാനം. ഒരു കാര്യവും ഈ ആഡംബരത്തിൽ ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് പാർട്ടി നടത്തുന്നത്. 1 മണിക്കൂറിന് വേണ്ടി 2 മണിക്കൂറിന് വേണ്ടിയിട്ടേ എന്തൊരു വേസ്റ്റാണെന്ന് ആലോചിച്ച് നോക്കും. എത്ര ഭക്ഷണ സാധനമാണ് വേസ്റ്റ് ചെയ്യണം. കുറേ കുട്ടികളെയല്ലേ ചെയ്യണം. നമ്മൾ കാണിച്ചു തരുന്നു. ഒരു സ്ഥലത്തല്ല, പുരാണം നോക്കിയാൽ എത്ര സ്ഥലത്താണ് വിവാഹത്തിൽ ആഡംബരമല്ല വേണ്ടത് എന്ന് കാണിച്ചു തരണം. ഭാഗവതം അങ്ങനെ പറയും. മഹാഭാരതത്തിൽ പാഞ്ചാലി സ്വയംവരം കേമാക്കിയിട്ടത് മഹാഭാരതം തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഭാഗവതം എഴുതിയത് പറയുന്നുണ്ട്. മഹാഭാരതം മുഴുവനെ അങ്ങോട്ട് ശരിയായിട്ടില്ല. മുഴുവൻ തെറ്റാന്നല്ല, അതുകൊണ്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഭാഗവതത്തിൽ എല്ലാ വിവാഹങ്ങളും ലളിതമായിട്ടാണ് പറയണത്, ആഡംബരം പറയണില്ല. അപ്പോൾ എന്തായാലും ആ വിവാഹം കഴിഞ്ഞു. ആ കൊട്ടാരത്തിലെ പുരഞ്ജനനും, ഈ പുരഞ്ജനി നമുക്ക് പേരിടാം, ആ സ്ത്രീക്ക് സുഖമായിട്ട് അങ്ങനെ കൂടി. പുരഞ്ജനൻ പാട്ടുപാടിയ പുരഞ്ജനി പാട്ടുപാടിയ താൻ പാട്ടുപാടി, പുരഞ്ജനി നടന്നാൽ താൻ നടന്നു, പുരഞ്ജനി കിടന്നാൽ താൻ കിടന്നു, പുരഞ്ജനി ഇരുന്നാൽ താൻ ഇരുന്നു, പുരഞ്ജനി ഭക്ഷണം കഴിച്ചാൽ താൻ ഭക്ഷണം കഴിച്ചു, പുരഞ്ജനി ഒന്നും ചെയ്തില്ലെങ്കിൽ താനും ഒന്നും ചെയ്തില്ല. ക്രീഡാമൃഗായിവ, ഒരു ക്രീഡാമൃഗം ചഞ്ചലാക്ഷിമാർ തൻഗൃഹം പൊക്കിയിട്ടു കുഞ്ചിരാമനായ അടുന്നിതു ചിലർ. എന്തൊക്കെയാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്, ഒക്കെ ശരിയാണ്. അതേപോലെ ആ സ്ത്രീയെ അനുകരിച്ച് അവൾ ചെയ്യുന്നതൊക്കെ ശരി എന്നും പറഞ്ഞ് ആ സ്ത്രീയിലങ്ങനെ ലയിച്ച് പുരഞ്ജനൻ ജീവിതം നയിക്കണു. ഗൃഹസ്ഥാശ്രമത്തിലുണ്ടായിട്ടുള്ള മറ്റ് ചില സംഭവങ്ങളിലേക്ക് പിന്നെ നമ്മളെ കൊണ്ടുപോവാണ് കഥാകൃത്തായിരിക്കുന്ന നാരദൻ. മൈത്രേയരാണ് കേട്ടോ ഇതൊക്കെ പൂർവ്വകഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വിതുരർക്ക്. ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് മറ്റൊരു ഭാഗത്തിൽ നോക്കാം. ഏതായാലും ഈ ഭാഗം ഇവിടെ തീരണു. പുരഞ്ജനോപാഖ്യാനം തുടരും. കായേന വാചാ മനസേന്ദ്രിയേർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.